അപ്പൊ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഫോക്കസ് ആണെങ്കിൽ മൂഞ്ചി ഇങ്ങോട്ട് കൊണ്ടുവരും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ നോക്കാം. ചേച്ചി അങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാജിക് മാല ഉണ്ടാക്കുന്ന മാജിക് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന ശ്വാസം മുട്ടി കുഞ്ചൂസ് തട്ടിപ്പോവും. ശ്വാസം മുട്ടിയിട്ട് ഒത്തിരി പേടിച്ചു പോയി കേട്ടോ. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ശ്വാസം നിന്നുപോയി. പിന്നെ മടി പോലെ ഇങ്ങനെ എടുത്തോണ്ട് പോയിരുന്നു ആശുപത്രി. അപ്പൊ ഭയങ്കര പേടിയാണ് ഞങ്ങൾ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഫോക്കസ് ആണെങ്കിൽ മൂഞ്ചി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ഒരു സാധനമാണ് ഇങ്ങോട്ട് വരുമോ മൂഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ മൂഞ്ചി ചിലപ്പോൾ ഇവിടെ തേച്ച് വിടും. അപ്പം രാവിലെ എണീക്കുമ്പോൾ ഇപ്പം ഞാനും എൻ്റെ പെണ്ണുമ്പിള്ള ഏത് ഡ്രസ്സ് ഇടണമെങ്കിലും ഇങ്ങോട്ട് തല ഇങ്ങോട്ട് കൊണ്ടുവരാം. ഏത് ഡ്രസ്സ് ഇടണമെങ്കിലും ഒരാളിപ്പോൾ ഇവിടെ തീരുമാനിക്കണം. അപ്പം ഞാൻ ഈ ഷർട്ട് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയാം അയ്യേന്ന് പറയുന്നത് കേട്ടോ. ആ സാധനം ചിറ്റാമ്മ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ചിറ്റാമ്മയുടെ വിശേഷം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ചിറ്റാമ്മ ഓക്കെ ആയി. ചിറ്റാമ്മയ്ക്ക് നെറ്റ് കുറവായിരുന്നു. ആ ചിരിയൊക്കെ അങ്ങോട്ട് നോക്കിക്കേ. ആവശ്യം നേടാണ്ടിരിക്കുന്ന ഈ ചേച്ചിയാണ് ഇപ്പൊ ഞങ്ങള് ഏത് ഡ്രസ്സ് ഇടുന്നത് തീരുമാനിക്കുന്നത്. ഈ ഷർട്ട് എടുത്തപ്പോഴത്തേക്കും പറയുമോ അയ്യേ ഇതാണ് ഇടുന്നേ. ലച്ചൂട്ടി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുക കേട്ടോ. ലച്ചൂട്ടിനെ പറ്റിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരിടം വരെ പോവാണ്. ഒരിടം വരെ അല്ല, ഇന്ന് നമ്മുടെ കടയിലെ കൊച്ചില്ല. അപ്പൊ നമ്മൾ കടയിലോട്ട് പോവാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ യെസ് ഇങ്ങോട്ട് നോച്ചേ സുന്ദരി മണി കൊത്തിരി രാവിലെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിപാടിയിലാണ് കേട്ടോ. എടി കൊച്ചിനെ ഒരു കാര്യം ചെയ്യടി, കൊച്ചിനാ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്. വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. 3 മാസം മുന്നേ എന്റെ മുടി മൊട്ടയടിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ടൈമിൽ എനിക്ക് മുടി മൊട്ടയടിച്ച സമയത്ത് എന്റെ മുടി ഇപ്പൊ ആയിരിക്കുന്ന ഒരു ലെവലിൽ എത്ര നാളുകൊണ്ട് എത്തും എന്നുള്ളൊരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. കാരണം അന്ന് നല്ല മുടിയിൽ നിന്ന് ഇനി എത്ര നാളുകൊണ്ട് വളർന്നെത്തും എന്നുള്ളത് ഒത്തിരി ടൈം പീരീഡ് എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ ഇതുവരെ എന്റെ മുടി ഇവിടം വരെ എത്താൻ വേണ്ടി സഹായിച്ചൊരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു കേട്ടോ. അപ്പൊ അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സെസയുടെ ആയുർവേദിക് ഹെയർ ഓയിൽ. അപ്പൊ ഇത് നല്ലോണം എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം എന്റെ മുടി നല്ലോണം തിക്കായിട്ട് വളർന്നു. എനിക്കൊരു മുടി പഠിക്കുന്നതിന് മുന്നേ എന്റെ നോർമൽ ഉണ്ടായിരുന്ന മുടി നല്ലോണം മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം മുടി ഒഴിഞ്ഞു പോയിരുന്നു. പക്ഷെ ഇത്രയും വളർന്നു വന്നിട്ടും ഇപ്പോഴാണ് ചെറിയ ബോയ്സിന്റെ ആണെങ്കിലും മുടി ചെറിയ മുടികളാണെങ്കിലും കൊഴിഞ്ഞു പോയി. പക്ഷെ എനിക്ക് ഇത്രയും വളർന്നിട്ട് ഒരു മുടി ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ നല്ല വരുന്ന മുടി തന്നെ നല്ല തിക്കായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. പുറകോട്ട് ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ. 3 മാസം കൊണ്ട് ഇത്രയും വളർന്നതിൽ എന്നെ സഹായിച്ചത് സെസയുടെ ആയുർവേദിക് ഹെയർ ഓയിലാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തുക. ഇതൊരു ആയുർവേദിക് ആന്റി ഹെയർ ഫോൾ ഓയിലാണ്. എന്തുകൊണ്ടാണ് ഞാൻ സെസ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയേ ഉള്ളൂ. പുരാതന ഷീർ പാക് വിധി ഉപയോഗിച്ച് 22 മണിക്കൂർ പാലിൽ തിളപ്പിച്ച 18 ഔഷധ സസ്യങ്ങളുടെയും 5 എണ്ണങ്ങളുടെയും മിശ്രിതമാണിത്. എന്താണ് ഷീർ പാക് വിധി എന്ന് ചോദിച്ചാൽ ക്ഷീരം എന്നാൽ പാല്, പാക്ക് എന്നാൽ തിളപ്പിക്കുക, വിധി എന്നാൽ പ്രോസസ്സ്. ഇതുകൊണ്ടാണ് മറ്റുള്ള എണ്ണകളിൽ നിന്നും ഇത് വ്യത്യസ്തമാവുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുവകളാണ് ഭൃംഗരാജ്, ത്രിഫല, ഗോതമ്പ. ഭൃംഗരാജ് നൽകുന്നത് ആന്റി ഫംഗൽ, ആന്റി മൈക്രോബിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ്. അത് മുടികൊഴിച്ചിലിനെ തടയാൻ വേണ്ടിയിട്ടും അകാല നര തടയാനും സഹായിക്കുന്നു. ത്രിഫല കൂടുതൽ മുടിയെ സ്ട്രോങ് ആക്കുകയും തലയോട്ടിയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരു പ്രകൃതിദത്ത ആന്റി മൈക്രോബിയൽ ഹെയർ ടോണിക് കൂടെയാണ്. ഗോതമ്പ് ജെംബോയിൽ നിന്നാണ് അറിയപ്പെടുന്നത്. ഇത് തലയോട്ടിലെ മൈക്രോ സർക്കുലേഷൻ ഉത്തേജിപ്പിക്കുകയും മുടി കൊഴിച്ചിലും മുടി പൊട്ടുന്നതിൽ നിന്നും തടയാനും സഹായിക്കുന്നു. ഇത് തലയോട്ടി നേരിട്ട് പുരട്ടാൻ നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 5 to 7 മിനിറ്റ്സ് വീഴ്ത്തുമ്പോൾ മസാജ് ചെയ്യുക. കഴിയുന്നതിന് മുമ്പ് ഒരു രാത്രി അല്ലെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വിടുക. ഇത് 4 ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ്. 30 ml 55 രൂപയും 50 ml 80 രൂപയും 100 ml 170 രൂപയും 200 ml 310 രൂപയും. അപ്പൊ ഞാനൊരു 7 മിനിറ്റ്സോളം നല്ലോണം തലയോട്ടി ഇത് മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ എനിക്ക് നല്ലൊരു തലയോട്ടി നല്ലൊരു പോസിറ്റീവ് ഫീൽ ആണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാനൊരു ഓവർനൈറ്റ് ഇത് ഞാൻ വിടുന്നുണ്ട്. നാളെ രാവിലെ വാഷ് ചെയ്യുന്നുള്ളൂ. ഞാൻ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ബെറ്റർ റിസൾട്ട് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ പോലെ ഇത് കാലായിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് കുഞ്ചൂസ് പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ, അതായത് പുഷ്പയിലാണ് നമ്മുടെ ഡെലിവറി. അവിടെ നമുക്ക് വിൻസി ചേച്ചി നമ്മുടെ സിസ്റ്റർ ആണ്. അവിടുത്തെ വിൻസി ചേച്ചി നേഴ്സാണ്. പക്ഷെ നമ്മളെ ഭയങ്കര ഇഷ്ടം, നമ്മുടെ ഫാമിലി മെമ്പർ ആയിരുന്നു. അപ്പം ചേച്ചി ഭയങ്കര സന്തോഷമാണ്, നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി എപ്പോഴും കടയിലൊക്കെ വരുമ്പോൾ കയറും അല്ലേ. ചേച്ചി വന്ന് ഒരു പ്രാവശ്യം ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോയി. അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുഷ്പഗിരി ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് അവിടെ വന്നു അപ്പൊ വന്ന ആളാന്ന് പറഞ്ഞ് പിന്നെയും ചേച്ചി വന്ന് ഡ്രസ്സൊക്കെ എടുത്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ആമിച്ചിന് എന്തോ ഗിഫ്റ്റ് എന്തോ അവൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം 2 ദിവസമായി നമ്മുടെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ചേച്ചി പിന്നെ അതിന്റെ കൂടുതൽ 2 ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. 2 വലിയ ഡയറി മിൽക്ക്. ഒരു ഡയറി മിൽക്ക് ഞാൻ പ്രേമിക്ക് കൊടുത്തു, നമ്മുടെ കടയിലെ സ്റ്റാഫിന് കൊടുത്തു. ഒന്ന് ഇവിടെ ഞങ്ങളുടെ രാത്രി വാടകയ്ക്ക് പൊട്ടിക്കാൻ പറ്റില്ല.
ലച്ചു പറഞ്ഞ് കിടന്ന് ഉറങ്ങുവാണ്. ഈ സമയത്ത് പൊട്ടിക്കുവാണെങ്കിൽ നമുക്ക് എടുക്കാതെ. അത് ആ പൊട്ടിക്കുമ്പോഴേ അതിന് തെളിയത്തുള്ളൂ. ഇത്തിരി പോസൊക്കെ ഉണ്ടോ? രാവിലെ ഉറക്കം എണീറ്റ് വരുന്ന ഇതാണ്. നമുക്ക് ഇന്ന് കടയിലോട്ട് പോകണം. ഇന്ന് കൊച്ചി ലീവാണ് പറഞ്ഞത്. കാരണം കൊച്ചിന്റെ ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അതെ അതെ, വീട്ടിൽ നോക്കാം. എന്തുവാടാ? എന്തുവാ? എന്തുവാടാ? കേക്കുന്നില്ല. കുഞ്ഞിക്ക് വള, കുഞ്ഞിക്ക് മാല. ഇത് കുഞ്ഞിക്കല്ല, ഇത് മോൻ. ബട്ടർഫ്ലൈയുടെ മാലയോ? അയ്യോ ട്യൂബൽ വലാച്ചിട്ടേ. എന്തുകൊണ്ടേലും പറയും. ചുട്ടിക്ക് ആവിക്കും. മോന്റെ വലിപ്പമുള്ള മോന്റെ വള, പച്ചവള മോന്റെ. ഇത് മോന്റെ ചുട്ടിക്ക് കൊടുത്തേക്കാവേ. രണ്ടെണ്ണം മോനും ചുട്ടിക്കും. പൈനാപ്പിളിന്റെ പടമുള്ള സൈഡ് എന്റെ ഉണ്ടോ? ഇതാണ് എച്ചുട്ടിയുടെ. ഈ വെള്ളിത് മോന്റെ. ഒത്തിരി സ്ലൈഡും ഒരുപാട്. കാണിച്ചു കൊടുത്ത എല്ലാരും മോന് വിൻസിയമ്മ തന്നാന്ന് പറഞ്ഞു. ഉമ്മ കൊടുത്ത് ഇങ്ങനെ ഇവിടെ വിൻസിയമ്മ ഇവിടെ വന്ന് വാങ്ങിക്കും. കൊടുക്കും. അയ്യേ ശരിക്കും ഇങ്ങനെ ഉമ്മ കൊടുക്കും. ഞാൻ തലേ വെച്ചെന്ന് പറ. ഇഷ്ടപ്പെട്ടോന്ന് കേട്ടോ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ചേച്ചി പെട്ടെന്ന് എന്റെ ചെറിയൊരു ഗിഫ്റ്റ് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നില്ല. കാരണം അവന്മാരോടുള്ള ഇഷ്ടം കൊണ്ട് ഇതിട്ട് കാണണം എന്നുള്ള ഇതുകൊണ്ടല്ലേ. ആമി വളയൊന്നും ഇടുന്ന ടൈപ്പല്ലോ കേട്ടോ. അതാ ഞങ്ങൾ വളയൊന്നും സ്വർണ്ണവള കൂടുന്ന ഇങ്ങനെ വളച്ചിരിക്കുന്നത് ഞങ്ങൾ. ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല എളിയ, അതായത് നല്ല ഒരു എന്താ ഒരു കുഞ്ഞു കൊച്ചിനെ പോലെയാണ് കേട്ടോ സംസാരം കാര്യങ്ങളെല്ലാം. നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. അതായത് ചേച്ചിയുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. നമ്മളെപ്പോഴും ചേച്ചി പ്രാർത്ഥനയിലൊക്കെ ഓർക്കാറുണ്ട്. ഏടാ മജനി അത് ചേച്ചിയുടെ കയ്യിലിരുന്നല്ലേ. പിന്നെ ഇച്ചിരി കഴിഞ്ഞ എണീറ്റു. മറിയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. മറിയാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പം എനിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി എൻ്റെ അമ്മച്ചി ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോഴിക്കട്ട ഉണ്ടാന്നൊക്കെ പറയും കേട്ടോ. ഇത് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നും. ഇതിനകത്ത് ശർക്കരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പൊളിയാ. നിങ്ങളെന്താ പറയുന്നത് ഇതിന്? ഇതിനെന്ത് പറയുന്നത്? ഉണ്ടാ. ഞങ്ങളുടെ ഉണ്ടെന്നാണ്. കോഴിക്കട്ട. അതിപ്പോ ഉറക്കത്തിന് വന്നാലും എങ്ങനെ വന്നാലും കരഞ്ഞോണ്ട് വന്നാലും ഞാൻ വിളിക്കുവാണെങ്കിൽ അപ്പം ചിരിക്കും കേട്ടോ.
അപ്പൊ ഇനി നമുക്ക് നേരെ കടയിലോട്ട് പോകാം കേട്ടോ. ഇവിടെ എങ്ങനെയും പറ്റിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ഒന്നുമില്ല ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാറായിട്ടില്ലാത്ത ഞങ്ങൾ രക്ഷപ്പെട്ടു. ചേച്ചി അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ഇപ്പൊ രണ്ടുപേരോട് കൊണ്ടുപോകാൻ നടക്കത്തില്ല. കാരണം എനിക്ക് തലവെഴുത്തിന്റെ കാര്യങ്ങൾ നടന്നില്ല കേട്ടോ ഇതുവരെ. അതിന്റെ പുറകെയാണ്. അപ്പൊ ഇന്നും എനിക്ക് അതിന്റെ പുറകെ ഇന്നും കുറച്ച് പോകണ്ട. അപ്പം രണ്ടുപേരോടെ കടയിലാക്കിയിട്ട് ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അതായത് രാവിലെ പെട്ടെന്ന് എണീറ്റ് വരുമ്പോ തലകറക്കും കാര്യങ്ങളുണ്ട്. അതിനറിയിക്കോ നമ്മൾ ഈ രാത്രിയിലൊക്കെയല്ലേ വരുന്നേ. അപ്പൊ ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുമ്പോഴത്തേ മോർണിംഗ് സിക്നസ് കൂടുതലാണ്. അപ്പം അത് ശീലമായി വരണമല്ലോ. മോന്റെ തിറ്റാമേന് കൂടിയാണ് ചേച്ചിന്നെ. ഉമ്മ എടുത്ത അമ്മ ഇന്നില്ല കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടിയാ. രണ്ടുപേരും ഇവിടെ കൊണ്ടുപോകാൻ നടക്കത്തില്ല കേട്ടോ. കമോൺ സുന്ദരി പാരു വരൂ. വാ. അത് കണ്ടു കണ്ടു. അമ്മ കുത്തി തരും. ഹായ് ഹായ്. എനിക്കൊരു കല്യാണം ഉണ്ട്. പോയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ചേച്ചി അല്ലെങ്കിൽ മിക്കി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ഈ ചേച്ചി പോയിട്ട് വരാം കേട്ടോ. മിക്കി ചേച്ചി അവിടെ തന്നെ ഇരുന്നാണേ. അവരുടെ കൂട്ടായിട്ട് ഇരുന്നാണ് കേട്ടോ. ഞാൻ രാവിലെ ഇവിടെ കുളിപ്പിച്ച് ഞാൻ അകത്തോട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി കയറി വന്നു. ഇവള് അങ്ങനെ വീടിനകത്ത് കയറത്തേ ഇല്ല. ഇവള് ഇന്ന് വന്ന് അകത്ത് വന്ന് ബെഡ്റൂമിൽ വന്ന് ഇവള് നോക്കിയിട്ട് എന്നെ മുറി വന്ന് അപ്പൂനെ നോക്കിയിട്ടുണ്ടല്ലോ. പിന്നെ അടുത്ത മണം അച്ചയുടെ മണം. അച്ചയുടെ മുറി പോയി. അവിടെ രണ്ട് മാത്രമേ പോയുള്ളൂ. ബാക്കി ഫ്രണ്ടി അമ്മ അവിടെ വന്ന് കേട്ടു. ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ അത് മാത്രം അറിയുന്നുള്ള അമ്മ ഇറങ്ങി വന്നു കേട്ടിരുന്നു. പോയിട്ട് വരാവേ വേണ്ടിയിരുന്നു കേട്ടോ. ടാറ്റ പഠിക്കുക. ഈ മറിയാമ്മ കടയിൽ വന്നിരുന്നിട്ട് എന്നെ പിടിച്ചിറക്കിക്കൊണ്ട് കാറെ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഉറങ്ങാനാന്ന് പറഞ്ഞിട്ട്. നീ ഉറങ്ങുന്നുണ്ടോ ഒരു മറിയേ? എന്ത് സാധനം? കൊച്ചുമുറിയമ്മ കടയിൽ ഇരുത്തുന്നില്ല എന്നെ. എന്നെ പിടിച്ചുകൊണ്ട് കാറെ കൊണ്ടിരുത്തിട്ടുണ്ട്. അവിടെ ബെഡായി കിടന്നുറങ്ങണം. നമുക്ക് പുറകെ ബെഡ് റെഡി ആക്കിയിട്ടുണ്ട്. അതേ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞാൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് കിടന്നുറങ്ങാതെ ഇവിടെ ഇരുന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നു. എന്നാ ഞാൻ പോവാ കടയില്. എനിക്ക് ഭയങ്കര ക്ഷീണം, തളർച്ച, പനിയുടെ ഇതാ. ചിറ്റാമിക്ക് കഴിഞ്ഞ ദിവസം വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അതുപോലെ തന്നെ ആ സെയിം തന്നെ എനിക്ക് തൊണ്ടകുത്തലും ചുമയും ക്ഷീണവും ഭയങ്കര ഒരുമാതിരി നമ്മൾ കിടന്നു പോകുന്നോണ്ട് ക്ഷീണം വരുന്നു. ഞാൻ രാവിലെ ഓർത്ത് എനിക്ക് മൂഡ് സിക്നസ് മാത്രമാണ്. പക്ഷെ കഴിക്കേണ്ടെന്നിട്ടൊന്നും എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. ചിറ്റാമിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് അപ്പൂസിന് വന്നായിരുന്നു. അപ്പൂസിന് ഇപ്പോൾ ചുമയുണ്ട്, നല്ല കുറഞ്ഞു വരുന്നുണ്ട്. നല്ല തൊണ്ടകുത്തലൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് പോയി കരിരാന്നിരിക്കും തൊണ്ട. ആരോടാ വർത്താനം പറഞ്ഞെന്നാണ് നോക്കുന്നത് ചിരിഞ്ഞ. മോൻ്റെ മുഖം കാണിച്ച അമ്മ വർത്താനം പറയുന്നത്. ശുന്തിരി മറിയാമ്മയുടെ ശുന്തിരി മറിയാമ്മ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാം. ബാ എന്നാ ബാ, ഇപ്പത്ത് വന്ന് കിടക്ക് ബാ. കിടന്നുറങ്ങും. കണ്ണടിച്ചടക്കിടന്ന എന്തോ അത് പറയല്ലേ. അത് മോനും പെച്ചുട്ടിയൊക്കെ വണ്ടിയിലുണ്ടെന്ന് എല്ലാരെയും അറിയിക്കാൻ ഒട്ടിച്ചു വെച്ചതാ. ഇവിടെ വെക്ക്, ഇവിടെ വെക്കട കണ്ണ. ഒരാൾ കിടക്ക്. ഇപ്പൊ വെക്ക്.
വെച്ചോടി നീ മറിയേ അയ്യോടാ മോനപ്പൂച്ച അവിടെ ഇരിക്കോ? മോൻ എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതാരാ മോനെ അവിടെ കുഞ്ഞിരിക്കുന്ന ഒരു സാധനം? അപ്പൂച്ചയായിരുന്നു മോനെ. ഇപ്പൊ എവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ്? ചേച്ചിയാണോ? ഉറങ്ങണമെന്ന് വന്നവർക്ക് ഉറങ്ങണ്ട. അമ്മീനെ കൂട്ടാൻ വലിയൊരു വണ്ടി വന്ന് നിൽക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ അമ്മയുടെ വണ്ടിയുടെ കാറിന്റെ ഇപ്പുറത്ത്. അയ്യോ, നമ്മുടെ കടയിലോട്ടാണോ സാധനം വന്ന് നോക്കിക്കേ. ഫോൺ വെച്ചോ അമ്മ ചേച്ചി? ചിറ്റാമ്മേനെ ഒന്ന് വിളിച്ചേ. കഞ്ഞിയൊക്കെ വെച്ചോന്നൊന്ന് ചോദിച്ചു. ഒന്ന് വിളിച്ച് ഞെക്കിയിട്ട് ഓണാക്കിയിട്ട് വിളിക്കും. ഹലോ ഹലോ, ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് ചോദിക്കൂ ഗുരാജിനെ വിളിച്ചിട്ട്. ഇപ്പൊ വരും മോനെ കടയിലാന്ന് പറ. അതടിച്ചു നോക്കാതെ. ചെന്നൈ കാണിക്കുന്നേ ഇവിടെ മാഗ്നറ്റ് ആർക്കും അറിയത്തില്ല ഇതെന്തോ. ചുറ്റി 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 ഓരോ സ്റ്റൈലിലാക്കി ആക്കി വെക്കുന്നുണ്ട്. അത് പല രീതിയിലാക്കാന്നല്ല. ഞാൻ ലവ് ചിഹ്നമൊക്കെ ഉണ്ടാക്കി, മരം ഉണ്ടാക്കി. മരവോ? ഇനി ഇതിന് മേലെ ഇങ്ങനെ ചുറ്റി വെക്കാന്ന് വെച്ചു. ഇതുണ്ട്, മാല പോലെ ആക്കാം. ഇത്ര സ്ട്രോങ് ആ സാധനം. ഇച്ചിരി പ്രായമായ പിള്ളേർക്കേ പറ്റത്തുള്ളൂ. 7 വയസ്സ് അല്ലേ, 5 വയസ്സ് മേലോട്ട് വിഴുങ്ങത്തില്ലാത്ത പിള്ളേർ. മോതിരം വയ്ക്കത്തില്ല. കയ്യിലോട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ കുരിപ്പ് പിടിച്ചത് മിക്കവാറും താഴെയിട്ട് പരിവാക്കും. ഇത് പെട്ടെന്ന് കൂടി ചേരുവേ. എന്നിട്ട് പിന്നെ ഇപ്പണ്ടോ ഉണ്ട പോലെ പെട്ടെന്ന് പോവാ. ഇങ്ങനെ വെച്ചാലും മതി. അതൊന്ന് കയ്യിലിട്ട് ഇപ്പൊ ആ ഉള്ള നീളത്തിലൊന്ന് കയ്യിലിട്ട് കാണിക്കാവോ? മാജിക് മാല ഉണ്ടാക്കുന്ന മാജിക് കണ്ടോ? മാജിക് മോനെ. ചുറ്റി വെക്കും. മാല ഉണ്ടാക്കാൻ പോവാ. മാജിക് നിങ്ങൾ കാണോ? ഭയങ്കര മാജിക്കാണ്. മാല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു സാധിച്ചു. അങ്ങനെ അമ്മക്ക് എന്നെ അപ്പൂച്ചിട്ട് വരുന്നേ. നല്ലതുണ്ടല്ലോ അപ്പൂച്ചി ഇടുന്ന സാവാത്തോണ്ട് വൃത്തിയോടെ അറിയത്തില്ല. എല്ലാം ആക്കാതെ പൂച്ചയെ കാലടക്കി വെച്ചാലേ പറ്റത്തുള്ളൂ. എന്റെ കയ്യിലല്ല ആക്കുന്നു. ഓന്റെ കൈ കൊണ്ട് കിടുന്നു, വിരല് കൊണ്ട് കിടുന്നു. ഈ അപ്പൂച്ച എന്നാ മോനെ കാണിക്കുന്നു? ഈ കൊച്ച എന്നെ കാണിക്കുന്നേ? ഇനി ആമ എങ്ങനെ ചോദിക്കുന്നേ? ഈ കൊച്ച എന്നെ കാണിക്കുന്നേ?
എഴുതാൻ പൊക്കോളൂടി ബാക്കിയാണ് കയ്യിലിടണം. ഇടത്തെ കൈ മാത്രം ഒക്കെ അറിയാം. ഇടത്തെ കൈ ഇടത്തെ കൈ ചോറിനകത്ത കൈ. ചോറ് ഇന്ന കയ്യിലല്ല അല്ലേ ഇടണ്ട് അല്ലേ? ചോറ് ഇന്ന കയ്യിൽ ഇട്ട എന്നാ പറ്റും? വയറ്റില് പോയിട്ട് നമ്മള് ചത്തുപോവും. ഈ അപ്പൂച്ചി എന്നാ മോനി കാണിച്ചു വെച്ചേക്കുന്നേ? ഈ അപ്പൂച്ചി ഇങ്ങനെയൊക്കെയാണ് ഇടുന്ന, അറിയത്തില്ല ഇടാനല്ലേ മോനെ? പൂച്ച തോക്കണം അല്ലേ? പൂച്ച എപ്പോഴും അങ്ങ് തോക്കണോ? ഈ മോൻ തൂക്കണ്ട, അമ്മ തൂക്കണം. വന്നാ പിന്നെ അടുക്കിപ്പറക്കാണ് കേട്ടോ. അവിടുത്തെ എല്ലാ സാധനങ്ങളും മാറ്റുവാണ്, ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ വോയിസിന്റെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അമ്മമാരോട് വഴക്കുണ്ടാക്കി കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അമ്മ മര്യാദയ്ക്ക് മേടിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. ഇതെല്ലാം ഞാൻ ഇന്നലെ അടുക്കിയതാണ് കേട്ടോ. ഇനി ഇവിടെ ഒത്തിരി പണിയാണ്. ആവശ്യത്തിന് അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. മൊത്തം നാളെ അടുക്കി പിറക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഒത്തിരി പുറകോട്ടൊക്കെ അടുക്കി പിറക്കാനായിട്ടുണ്ട്. എ സിക്ക് കൂളിംഗ് കുറവാണ്, അപ്പോൾ അത് റെഡിയാക്കാൻ വരും. അപ്പോൾ അതിന് അടിയിലുള്ള എല്ലാം മാറ്റണം. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് മാറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കുറച്ചുകൂടെ കൊച്ചു വന്നു കഴിയുമ്പോൾ കൊച്ചിന് കൺഫ്യൂഷൻ ആകും എവിടെയാ സാധനം എന്ന്. രാത്രി വരെ ഒരു കുഴപ്പമില്ല. രാവിലെ കട തുറന്ന് വരുമ്പോ കട ഇങ്ങനെ എല്ലാം മാറി. ചേച്ചി പക്ഷെ നമ്മളെ വിളിച്ചു പോയിക്കോ ഒന്നും ചേച്ചിനെ കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ കുറെ ദിവസം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വെച്ച് പറഞ്ഞേ ഒരു വിധത്തിലാണ് ഞാൻ കണ്ടുപിടിച്ചത്. നിങ്ങൾ വന്നു മാറ്റി എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെതായ ഒരു കുറച്ചുകൂടെ ഓർഡറിലാവാനാണ്. നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവും കേട്ടോ. സാധനങ്ങളും വരുന്നതനുസരിച്ച്. അതെ അതെ അതെ. അപ്പൊ ഉച്ചക്കത്തെ കഴിക്കുന്നത് 7 മണിക്കാണ് കേട്ടോ. അതിനിടയ്ക്ക് ആമീനെ അമ്മ വന്ന് കൊണ്ടുപോയി. പണിയോട് പണിയായിരുന്നു. മൊത്തം ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുവാണ് കേട്ടോ. ഇപ്പോഴും ഒതുങ്ങി തീർന്നിട്ടില്ല. ഇതുകൊണ്ട് ടോയ്സൊക്കെ എടുത്തുകൊണ്ട് ഇതിനകത്ത് കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. എല്ലാം അടുക്കി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് വരും. നമുക്ക് ഇത് കഴിക്കാൻ ഇപ്പോഴാണ് മേടിച്ചത്. എനിക്ക് വിശന്നിട്ട് വരുന്നത്. അതിനിടയ്ക്ക് അവൾക്ക് വയ്യാണ്ടായി, അതായത് പനി, സൗണ്ട് ഫുള്ള് പോയി കേട്ടോ. ഹലോ മൈക്ക് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത്. ഉച്ചക്ക് ചോറൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ നാളെന്നില്ല, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഇവക്ക് തൊണ്ടയ്ക്ക് എന്തോ ബുദ്ധിമുട്ടായിട്ട് കഴിച്ചില്ല. ഇവിടെ കഴിച്ചില്ല, ഞാനും കഴിക്കത്തില്ല. അതാണ് ഒരു ദിവസത്തെ നിർബന്ധിപ്പിച്ചു. എനിക്ക് ഇറക്കാൻ പോലും എനിക്ക് ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റില്ല. സംസാരിക്കാനേ ഒട്ടും വയ്യായിരുന്നു. ആളൊന്നും എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു. കോലത്തി കിടക്കും. കട കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഷട്ടർ ഇപ്പോഴാണ് താഴ്ത്തിയത്. ഷട്ടർ താഴ്ത്തിയത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നമ്മളിങ്ങനെ അടുക്കി പിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എ സിക്ക് കൂളിംഗ് കുറവാണ് കേട്ടോ. അപ്പോൾ അതിനടിയിലത്തെ എല്ലാം മാറ്റണം. അപ്പോൾ അതങ്ങ് മാറ്റിയതാണ് കേട്ടോ. അവിടുത്തെ എല്ലാ സാധനവും മാറ്റി മൊത്തം അടുക്കി പിറക്കി ഇങ്ങനെ കിടക്കുവാണ്. എപ്പോൾ തീരുമെന്നൊന്നും അറിയത്തില്ല. ഒത്തിരി ഉണ്ട് കേട്ടോ. സാധനം എല്ലാം വേണ്ട വേറെ വേറെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഇനി സാധനം വരും. അപ്പോൾ ഇതെല്ലാം ഇനി അടുക്കി കയറണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ബാർബിക്യൂ അൽഫാമും ഒക്കെ അടിക്കാം. ഒതുക്കാൻ വേണ്ടിയിട്ടായിട്ട് വന്നല്ലോ കേട്ടോ. AC നന്നാക്കാർ വരുന്നെന്ന് അവർ പറഞ്ഞു, മുൻകൂട്ടി പറഞ്ഞ് മാറ്റി തരണോന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ ഇന്നല്ലെങ്കിലും ഞാൻ വരണമായിരുന്നു, അതുകൊണ്ട് മാറ്റി കൊടുക്കാൻ തന്നെ. പിന്നെ ഒതുക്കിക്കോളാന്ന് പറഞ്ഞെങ്കിൽ എല്ലാം കൂടെ എല്ലാ അരിയും കൂടെ എടുത്ത് മുറ്റത്തോട്ട് ഇട്ട പോലെ ആയിപ്പോയി. പിന്നെ ഓരോന്നും പെറുക്കി എടുത്തോണ്ടിരിക്കുക. റവ വീണ പോലെ എനിക്കിപ്പോ തോന്നുന്നു. അതുപോലെ പെറുക്കി തീരുന്നില്ല. എനിക്ക് ട്രിപ്പ് ഇട്ടതിന്റെ സന്തോഷത്തിൽ ഇഴച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസിനും ബാർബിക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അറിയപ്പ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നാൽ ശ്വാസം മുട്ടി കുഞ്ചൂസ് തട്ടിപ്പോവും. ശ്വാസം മുട്ടിയിട്ട് ഒത്തിരി പേടിച്ചു പോയിട്ട് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ശ്വാസം നിന്നുപോയി. പിന്നെ മടി പോലെ ഇങ്ങനെ എടുത്തോണ്ട് പോയിരുന്നു. പാനിക് അറ്റാക്ക് വന്നായിരുന്നു എനിക്ക്. അപ്പോൾ ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് നേരെ ആശുപത്രിയിലോട്ട് കയറിയത്. എന്തായാലും ട്രിപ്പ് ഇട്ട് കിടക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരി കാണിച്ചു തരാം.
കുറച്ചുകൂടി നന്നായിട്ട് ചിരിക്കും. ഇതിപ്പോൾ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആകുന്നു കേട്ടോ. ഇതെന്താ തീരാത്ത സാധനം. എല്ലാരും വന്നിട്ട് പോയിട്ട് കുടുംബക്കാരെല്ലാം വന്നിട്ട് പിള്ളേരെ ഞാൻ അതിനിടയ്ക്ക് വീട്ടിൽ പോയിട്ട് ഓടി വന്നതാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്തിൻ്റെ ഇച്ചിരി പൈസ ഇടാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പം അതുകൂടെ ഞാൻ ഇന്നിപ്പോൾ കറക്റ്റ് സമയം പറഞ്ഞത്. അപ്പം ഇവിടെ ആക്കിയിട്ട് ചേച്ചിനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ഓടിപ്പോയിട്ട് വന്നതാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് പൈസ ഒക്കെ ഇട്ടിട്ട് ഞാൻ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടും ഈ സാധനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ദിവസമായിരുന്നു. എന്ത് അയ്യോ എത്ര പണി കിട്ടില്ല, കടയിൽ പണി തീരുന്നേ ഇല്ല അല്ലേ. അതിന്റെ ബാക്കി അതാണ്ട് ഈ കിടക്കുന്നത്. ആമിച്ചൻ എന്ത് ചോദിച്ചു, കുഞ്ചു എന്ത് ചോദിച്ചു. അങ്ങനെ ട്രിപ്പിട്ട് കിടക്കണം. ഭയങ്കര കരച്ചില്. ഒയ്യോ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്. അവിടെ ഒന്ന് കുറേ നേരം എടുത്ത് അമ്മ ഇതാക്കി എടുക്കാൻ വേണ്ടി ഓക്കെ ആക്കി എടുക്കാൻ. അപ്പം ഓക്കെ ആയി. അമ്മ ചോദിച്ചപ്പോൾ എന്നെ പറയണ്ടേ. അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് പോയിട്ട് കാണിക്കാം കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. വീടെത്തിയ സമയം നോക്കിക്കണം. വീട് എത്തിക്കഴിഞ്ഞാലുള്ള ഇത് കാണിച്ചറിഞ്ഞു. കണ്ടിട്ടില്ല. അയ്യോ ചെല്ലട്ടെ അറിയാം ചെല്ലട്ടെ. എന്റെ ബാഗ് എടുത്തിട്ട് വരണേ. എന്നെ പൊന്ന എന്റെ പെണ്ണുങ്ങളെ തുന്തിരി തന്നെ എന്തോ രാവിലെ പോയതാ. അയ്യോ ഇതെന്നാ ഇത്. അയ്യോ നോക്ക് ചേനെ ഒന്ന് എടുക്കണേ. അമ്മയ്ക്ക് പനിയില്ല. അമ്മയ്ക്ക് പിന്നെ എടുത്ത മോനും വരത്തില്ല. എടി നീ അല്ലേടി മറിയാം ഈ വീട്ടിൽ പനി കൊണ്ടുവന്ന ആദ്യമേ അല്ലേടി. ആ എന്നെ വന്നേ. യോ അവിടെ കിടന്ന് നീ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കൂടെ. ഞാൻ മോനെ അപ്പച്ചി എടുത്തോണ്ടിരുന്നേ. ചെന്നു ചൂട്ടിനെ ഒന്ന് എടുക്കട്ടെ അമ്മ. അപ്പച്ചി രണ്ടുപേരും അപ്പച്ചി എടുക്കും. അപ്പച്ചി എടുക്കും. മോനെ എടുക്കും. അപ്പച്ചി വായിക്ക എടുക്കാം. കൂട്ടുകാർ പറഞ്ഞിട്ടില്ല വായിക്കത്ര ഇടല്ലേന്ന്. ഈ കുഞ്ഞാണ്. ഇന്ന് പാപ്പം കുടിക്കുന്ന കുഞ്ഞാണ്. അയ്യേ എന്നാ പാപ്പം കൊടുക്കാമേ നാളെ തൊട്ട്. നീ ആ ഇവിടെ നിൽക്കി കാലെ വട്ടി പിടിച്ചു വെച്ചേക്കും. ഇക്കട കണ്ണ അമ്മയുടെ കൈയൊക്കെ കണ്ടു. ബാവു കണ്ടു. ബാവു കൈ പൊന്തത്തില്ല. മുറുക്കി ചുറ്റി വെച്ചേക്കോ. കെട്ടിയപ്പോ ചിക്കൻ ചോരയെല്ലാം കൂടെ ഒഴിച്ചിങ്ങി ഇറങ്ങി. ഊരിയെല്ലാം അടച്ചെല്ലാം ചോര ഉണ്ടോ? ചോര നിറച്ച് എനിക്ക് ഇതുവരെ വന്നിട്ടില്ലേ. ഇനി ഒന്നും എടുത്ത വിഷമോ രണ്ടിന് ചുട്ടി ഒരു ചണ്ട് മിനിറ്റ്. ആ ഇല്ലെന്ന് പറഞ്ഞോളൂ. രണ്ടിലും എടുക്കാണ്ട് ജീവനുണ്ടോ? അന്ന് ഈ കയ്യിലിരിക്കുന്നവര് ഇറങ്ങാം. ആ എന്നാ ഇറങ്ങി. ഈ കയ്യിലിരിക്കുന്നവര് എന്നെ ചിരിക്കുന്നേ. ചുട്ടിയല്ല ഈ കയ്യില എന്റെ വയ്യാതിരിക്കുന്നേ. ആ ഈ കയ്യിലിരിക്കുന്നവർക്ക് എന്നെ ഒരു മനസാക്ഷി ഇല്ലാത്ത ഇറങ്ങത്തില്ലേ? ഉണ്ടോ അമ്മേ? എന്നാ അങ്ങോട്ട് കയ്യിൽ കണ്ടു. വാവ
ചൂടുവെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചിട്ടില്ല. ഇപ്പൊ ആരെങ്കിലും വാങ്ങിച്ചു എനിക്ക് വയ്യ. എവിടെ നമ്മുടെ മരുന്ന് ഇഷ്ടം പോലെ ഒരു ദിവസം ഫുള്ള് കാണാതിരുന്നില്ലേ? എത്ര മണിക്കൂറായി? 18 മണിക്കൂറായി. 15 മണിക്കൂറായി. ഇന്നത്തെ ഗുളിയായിരിക്കുന്നു. ഗുളിയൊന്നും എടുക്കണ്ട. ഗുളിയായിരിക്കും.